ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നേവി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. ആപ്ലിക്കേഷൻ ഓൾറെഡി സെപ്റ്റംബർ 14 തുടങ്ങിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 2024 സെപ്റ്റംബർ 29 സോ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാം ഇല്ല, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഇല്ല, ഡയറക്റ്റായിട്ട് SSB ഇൻ്റർവ്യൂ മെഡിക്കൽ ടെസ്റ്റും മാത്രമാണുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. ജൂണിലാണ് കോഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അൺമാരീഡ് ആയിട്ടുള്ള മെന്നിനും അൺമാരീഡ് ആയിട്ടുള്ള വിമണിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഷോർട്ട് സർവീസ് കമ്മീഷനാണ്, അതായത് 10 വർഷത്തേക്കാണ് നിയമനം. എക്സ്ട്രാ ആയിട്ട് നമുക്ക് 2 ഘട്ടങ്ങളായിട്ട് 2 വർഷത്തേക്ക് നീട്ടി അങ്ങനെ ടോട്ടൽ 14 വർഷത്തേക്കുള്ള സർവീസാണ് ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷനിൽ ഉണ്ടാവുന്നത്. സോ എന്തൊക്കെയാണ് അതിലെ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്കും എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്കും ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുമാണ്. അപ്പം ഓരോ ബ്രാഞ്ചിൻ്റെ കേഡറും അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും വാക്കൻസിയും ജെൻഡറും അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ് നോക്കുന്നത്. അതിൽ ജനറൽ സർവീസ് എക്സും പിന്നെ ഹൈഡ്രോ കേഡറുമാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BE ഓർ BTech ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് 60% മാർക്ക്, മിനിമം 60% മാർക്ക് BTechൽ അല്ലെങ്കിൽ BEയിൽ നേടിയിരിക്കണം. ആകെ ഒഴിവുകൾ അത് 56 ഒഴിവുകളാണ്. അതിൽ 6 എണ്ണം ഹൈഡ്രോ ആണ്. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. ഇതിൽ ഈ ഒരു ജനറൽ സർവീസ് എക്സിൽ വിമണിന് 15 ഒഴിവുകളും ദെൻ ഹൈഡ്രോയിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2000 ജൂലൈ 2 മുതൽ 2006 ജനുവരി 1 വരെ ജനിച്ചവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ പൈലറ്റ്, നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ, എയർ ട്രാഫിക് കൺട്രോളർ എന്നീ 3 പോസ്റ്റുകളിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE ഓർ BTech ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് 60% മാർക്ക്. അപ്പം BE ഓർ BTech മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. ഇനി ഇവിടെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് +2ലും 10ാം ക്ലാസ്സിലും ടോട്ടലായിട്ട് 60% മാർക്കും, +2ലും 10ാം ക്ലാസ്സിലും ഇംഗ്ലീഷിന് മിനിമം 60% മാർക്കും നേടിയിരിക്കണം. ഇനി പൈലറ്റിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 24 വേക്കൻസിയാണുള്ളത്. അതിൽ മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. വിമണിന് 7 പോസ്റ്റുകളാണുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2001 ജൂലൈ 2 മുതൽ 2006 ജൂലൈ 1 വരെ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ 21 ഒഴിവുകളാണുള്ളത്. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. മാക്സിമം 6 പോസ്റ്റാണ് വിമണിന് മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2001 ജൂലൈ 2 മുതൽ 2006 ജൂലൈ 1 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് എയർ ട്രാഫിക് കൺട്രോളറാണ്. 20 ഒഴിവുകളാണുള്ളത്. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2000 ജൂലൈ 2 മുതൽ 2004 ജൂലൈ 1 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ലോജിസ്റ്റിക്സ് ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറയുന്നത് BE ഓർ BTech എനി ഡിസിപ്ലിൻ വിത്ത് ഫസ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് MBA വിത്ത് ഫസ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc BCom BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ് എലോങ് വിത്ത് PG ഡിപ്ലോമ ഇൻ ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ MCA ഓർ MCA IT വിത്ത് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഒരു ലോജിസ്റ്റിക്സിലേക്ക് അപ്ലൈ ചെയ്യാം. 20 ഒഴിവുകളാണുള്ളത്. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. മാക്സിമം 6 വേക്കൻസിയാണ് വിമണിനുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2000 ജൂലൈ 2 മുതൽ 2006 ജനുവരി 1 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നേവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡറാണ്. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ പറയുന്നത് BE ഓർ BTech വിത്ത് മിനിമം 60% മാർക്കിൻ ബ്രാഞ്ചുകളാണ് ഇനി പറയാൻ പോകുന്നത്. മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മൈക്രോ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മെറ്റലർജിക്കൽ,
കെമിക്കൽ, മെറ്റീരിയൽ സയൻസ്, എയ്റോസ്പേസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഫിസിക്സ്. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെയും പറയുന്നത് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലെയും മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. കൂടാതെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഇംഗ്ലീഷിലും മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. ഇവിടെ ആകെ 16 ഒഴിവുകളുള്ളൂ. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. അതിൽ വിമണിന് എത്ര വേക്കൻസി എന്ന് പറയുന്നില്ല. ഡേറ്റ് ഓഫ് ബർത്ത് വന്നത് 2000 ജൂലൈ 2 മുതൽ 2006 ജനുവരി 1 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൽ ആകെ 15 ഒഴിവുകളുള്ളൂ. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ 60% മാർക്ക് ഇൻ MSc മാത്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് വിത്ത് ഫിസിക്സ് ഇൻ BSc. നെക്സ്റ്റ് 60% മാർക്ക് ഇൻ MSc ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് മാത്സ് ഇൻ BSc. നെക്സ്റ്റ് 60% മാർക്ക് ഇൻ MSc കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ഇൻ BSc. അപ്പോൾ ഇവിടെ ഫിസിക്സിലും മാത്സിലും കെമിസ്ട്രിയിലും മൊത്തം വരുന്ന ഒഴിവുകൾ 7 എണ്ണമാണ്. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. 2000 ജൂലൈ 2 മുതൽ 2004 ജൂലൈ 1 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് BE ഓർ BTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് BE ഓർ BTech വിത്ത് മിനിമം 60% മാർക്ക് ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് 60% മാർക്ക് ഇൻ MTech ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഡിസിപ്ലിൻ. ഒന്നാമത് പറയുന്നത് MTech ഇൻ തെർമൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓർ മെഷീൻ ഡിസൈൻ. നെക്സ്റ്റ് MTech ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, VLSI അല്ലെങ്കിൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിലെല്ലാം കൂടെ വരുന്ന 8 ഒഴിവുകളാണുള്ളത്. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. സോ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ 2000 ജൂലൈ 2 മുതൽ 2004 ജൂലൈ 1 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളതിൽ മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 1998 ജൂലൈ 2 മുതൽ 2004 ജൂലൈ 1 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ടെക്നിക്കൽ ബ്രാഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത് പറയുന്നത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസ്. BE or BTech with a minimum 60% mark in mechanical or mechanical with automation, marine, instrumentation, production, aeronautical, industrial engineering and management, control engineering, aerospace, automobiles, metallurgy, mechanics, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ. ഇതിൽ ഒഴിവ് വരുന്നത് 36 എണ്ണമാണ്. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. വിമണിന് മാക്സിമം 11 ഒഴിവുകളാണുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2000 ജൂലൈ 2 മുതൽ 2006 ജനുവരി 1 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ജനറൽ സർവീസാണ്. സോ BTech ഓർ BE വിത്ത് മിനിമം 60% മാർക്ക് ഇൻ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, പവർ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ്. ഇതിൽ മൊത്തം വരുന്നത് 42 ഒഴിവുകളാണുള്ളത്. മെന്നിനും വിമണിനും അപ്ലൈ ചെയ്യാം. വിമണിന് മാക്സിമം 13 ഒഴിവുകളാണുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2000 ജൂലൈ 2 മുതൽ 2006 ജനുവരി 1 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് പോസ്റ്റുകളും അതിൻ്റെ വാക്കൻസീസും അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും എന്തൊക്കെയാണ് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് മർച്ചൻ്റ് നേവി പേഴ്സണൽസിനുള്ള റിലാക്സേഷൻസ് ഇവിടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് NCC കാൻഡിഡേറ്റ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് SSBയുടെ ഷോർട്ട് ലിസ്റ്റിങ്ങിൽ 5% റിലാക്സേഷൻ ഉണ്ട്. കട്ട് ഓഫിൽ 5% റിലാക്സേഷൻ ഉണ്ട്. ഇനി NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മിനിമം B ഗ്രേഡ് നേടിയിരിക്കണം. നെക്സ്റ്റ് സീനിയർ ഡിവിഷനിൽ അറ്റ്ലീസ്റ്റ് 2 ഇയർ എങ്കിലും സെർവ് ചെയ്തിരിക്കണം. പിന്നെ C സർട്ടിഫിക്കറ്റ് ഷുഡ് നോട്ട് ബി ഡേറ്റഡ് പ്രിയർ ടു 01 ജൂൺ 2022. മുകളിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും കൂടാതെ ഫൈനൽ ഇയർ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 14 തുടങ്ങി സെപ്റ്റംബർ 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ക്വാളിഫിക്കേഷനുള്ള ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.